So, good evening. ഇന്നലത്തത് ചെയ്ത് നോക്കിയോ? അതോ ഇന്നലെ അന്നേരം അടച്ചതായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നലത്തതിനകത്ത്? So, any doubts regarding yesterday's class? Have you installed MyAdmin or any other SQL server? Or even you can try SQL Workbench. പിന്നെ അല്ലെങ്കിൽ ഓൺലൈൻ SQL പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ട്രൈ ചെയ്യാം. ഈവൻ മൊബൈൽ ആപ്സ് ആർ ഓൾസോ ദർ. ഏതാന്ന് ഞാൻ വിട്ടുപോയി കേട്ടോ. ചെയ്ത് നോക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾ അത് ഒരാഴ്ചയെങ്കിലും ചെയ്യുവാണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാനായിട്ടൊക്കെ എളുപ്പമാണ്. ഇത് നോക്കിയ ലാബ് മാനുവൽ നോക്കിയായിരുന്നോ? Okay, leave it. So let us continue. ഡിസ്റ്റിങ്ക്റ്റ് ഒക്കെ ഇന്നലെ നമ്മൾ നോക്കിയതാണ്. മൾട്ടിപ്പിൾ റിലേഷൻസ് നോക്കിയതാണ്. നൗ നാച്ചുറൽ ജോയിൻ. ഓക്കെ, നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് റിലേഷനെ നമ്മൾ ജസ്റ്റ് വി ആർ കമ്പൈനിങ്, then I'll be getting a result. That is a relation. I'll be getting some result like this. So this operation, it operates on two relations and it will be producing a result. So syntax will be like this. Select name course ID from instructor, natural join teachers. What is the meaning of this one? ടേബിളിന്റെ നെയിം ഏതൊക്കെയാ? രണ്ട് ടേബിൾ ഉണ്ട്. രണ്ട് ടേബിളിന്റെ നെയിം ഏതൊക്കെയാ? ഒന്ന് ഇൻസ്ട്രക്ടറും ഒന്ന് ടീച്ചേഴ്സും ആണ്. നമുക്ക് രണ്ട് ടേബിൾസ് ആണ്, അല്ല രണ്ട് റിലേഷൻസ് ആണ് ഉള്ളത്. എന്താ പറയാ, ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ടേബിളും അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ടേബിളും നമുക്ക് ഉണ്ട്. അതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യുവാണ് ചെയ്യേണ്ടത്. ഏതൊക്കെ ടേബിളാണ് ഇൻസ്ട്രക്ടറും ടീച്ചേഴ്സും. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഇത് അതിന്റെ ബേസിക് തിങ് ആണ് ആദ്യത്തെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. This is a basic format. So let us see advanced format of that one. Same thing. Select name, course ID from instructor and teachers. നമുക്ക് ഇവിടെ രണ്ട് ടേബിൾസ് ആണുള്ള ഇൻസ്ട്രക്ടറും ടീച്ചേഴ്സും, where instructor.id is equal to teachers.id. We have two tables, ഇൻസ്ട്രക്ടറും ടീച്ചേഴ്സും. അവിടെ
ID നമ്മൾ മാച്ച് ചെയ്യുന്ന ഇത്. അപ്പം ഇത് നമ്മൾ വേർ ക്ലോസ് വെച്ച് 2 ടേബിൾ ജോയിൻ ചെയ്തേക്കുന്നതാണ്. നമുക്ക് നാച്ചുറൽ ജോയിൻ ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. സെലക്ട് നെയിം കോമ കോഴ്സ് ID ഫ്രം ഇൻസ്ട്രക്ടർ ആൻഡ് നാച്ചുറൽ ജോയിൻ ടീച്ചേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ജോയിൻ എന്ന് വെച്ചാൽ 2 ടേബിളുകൾ നമ്മൾ ജോയിൻ ചെയ്യുവാണ്. ഞാൻ ഇതൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. Okay. Now I can rename ഞാൻ സെറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ നൊട്ടേഷൻ എല്ലാം ഒന്ന് പറഞ്ഞതായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആസ് ക്ലോസ് വെച്ചിട്ട് എനിക്ക് റീനെയിം ചെയ്യാം. ടു റീനെയിം എ റിലേഷൻ ഇസ് ടു റീപ്ലേസ് എ ലോങ് റിലേഷൻ നെയിം വിത്ത് എ ഷോർട്ടൻഡ് വൺ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ്ങിൽ അത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ പേര് കൊടുക്കാം. ഓക്കെ, example, select name as enemy, course ID from instructor, teaches, where instructor ID dot ID is equal to teachers dot ID. ഇവിടെ നമുക്ക് അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ആണ് ടി ഡോട്ട് ടി നെയിം എസ് ഡോട്ട് കോഴ്സ് ID from instructor as T, teaches as S, where T dot ID is equal to S dot ID. ഇവിടെ ടിയും എസും ഒക്കെ നമ്മൾ പറയുന്നത് അലിയാസ് നെയിം എന്നാണ് പറയുന്നത്. അപ്പം ഇൻസ്ട്രക്ടറിന്റെ അലിയാസ് നെയിം ആണ് ടി, ടീച്ചേഴ്സിന്റെ അലിയാസ് നെയിം ആണ് എസ്. ഓക്കെ, എന്നിട്ട് അതായത് ടീച്ചർ ഡോട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഡോട്ട് ഐഡിക്ക് പകരം നമ്മൾ ടി ഡോട്ട് ഐ ഡി എന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഡോട്ട് ഐ ഡിക്ക് പകരം എസ് ഡോട്ട് ഐ ഡി എന്നും നമുക്ക് പറയാം. ഓക്കെ, identifiers T and S is referred to as a correlation name in the SQL standard, commonly referred to as table alias or a correlation variable or a tuple variable. ഇതിൽ എന്ത് പേരിട്ട് വേണേലും നമുക്ക് അതിനെ വിളിക്കാം. ഞാനൊക്കെ ഏലിയാസ് നെയിം എന്നാണ് സാധാരണ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിംഗ് ഓപ്പറേഷൻസ് ഒരുപാടെണ്ണം ഉണ്ട്. അതായത് നമുക്ക് ഈ സ്റ്റാർ ഡോട്ട് JPG അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്തില്ലേ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേനൊക്കെ, അല്ലെ ജെ സ്റ്റാർ ഡോട്ട് PDF. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും അത് കഴിഞ്ഞ് എത്ര ലെറ്റേഴ്സ് വേണേലും വരാവുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കും അങ്ങനെ വൈൽഡ് കാറ്റ് ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സെർച്ച് ചെയ്യാനായിട്ടൊക്കെ. അതുപോലെ തന്നെ നമുക്ക് DBMSലെ അങ്ങനത്തെ വൈൽഡ് കാറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 2 എണ്ണമാണ്. അതായത് നമ്മുടെ
എന്താ പറയാ, നമ്മുടെ പെർസെൻറ്റേജ് സിമ്പിൾ, അതുപോലെ തന്നെ അണ്ടർസ്കോർ സിമ്പിളുമാണ്. ഓക്കെ, അപ്പം ഓൾ എന്നും ഇത് വൺ എന്നുമാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈക്ക് എന്നുള്ള കീവേഡും അവിടെ വേണം, മാച്ച് പാറ്റേൺസ് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ലൈക്ക് എന്താ പെർസെൻറ്റേജ് വാട്സൺ പെർസെൻറ്റേജ് എന്ന് കൊടുത്താൽ എന്താ ലൈക്ക് എന്നുള്ള മീനിങ് ആണ്. ലൈക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഇപ്പൊ സെർച്ച് ചെയ്തൊക്കെ ഇല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം, എക്സാമ്പിളിൽ കാണാം അത്. സോ ലൈക്ക് ക്ലോസ് ഇസ് used to compare a value to similar values using wildcard operators. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു wildcard operators എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ OS ൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ രണ്ട് wildcard ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് അസ്ട്രസ്കും ഒന്ന് ക്വസ്റ്റ്യൻ മാർക്കും. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അസ്ട്രസ്ക് അല്ലെങ്കിൽ സ്റ്റാർ സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾ എന്നുള്ള മീനിങ് ആണ്. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്, അത് ഏത് വേണമെങ്കിലും ആകാം. അതായത് ഇപ്പം ഇസഡ് സ്റ്റാർ എന്ന് കൊടുത്താൽ ഫസ്റ്റ് ലെറ്റർ ഇസഡ് ആയിരിക്കണം, അത് കഴിഞ്ഞ് ഏത് ലെറ്റർ വേണമെങ്കിലും ആകാം എന്നാണ് അതിന്റെ മീനിങ്. സെയിം തിങ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരിക. അതായത് പെർസെൻറ്റേജ് സൈൻ, അതുപോലെ തന്നെ അണ്ടർസ്കോർ സൈൻ. ദ പെർസെൻറ്റേജ് സൈൻ റെപ്രസെന്റ്സ് 0, 1 ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. ഒന്നുകിൽ ഒന്നും ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം, അല്ലെങ്കിൽ മോർ ദാൻ 1. Underscore represents a single number or character. Okay. ഇത് ക്ലിയർ ആണോ? ഈ രണ്ട് സിമ്പിൾസ് ക്ലിയർ ആണോ? പെർസെൻറ്റേജ് സിമ്പിൾ ആൻഡ് അണ്ടർസ്കോർ സിമ്പിൾ. നമുക്ക് DBMS നിങ്ങൾ പ്രോഗ്രാമേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി യൂസേജ് ഉള്ള രണ്ട് സംഭവങ്ങളാണിത്. ലൈക്ക് എന്നുള്ള ആ ക്ലോസും അതിന്റെ കൂടെ ഈ കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ്. മൾട്ടിപ്പിൾ ക്യാരക്ടറും ക്യാരക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? മൾട്ടിപ്പിൾ ക്യാരക്ടർ ഞാൻ നോക്കട്ടെ എക്സാമ്പിൾ ആയിട്ട്. അതായത് ഒരു മിനിറ്റ്, ഇപ്പൊ എന്റെ സ്ക്രീൻ അല്ലേ കാണുന്നേ? ആണോ? അപ്പൊ ഞാൻ അതില് ഡൗൺലോഡ്സ് എടുക്കുകയാണ്. ഓക്കെ, ഡൗൺലോഡ്സിന്റെ ഞാൻ ഇവിടെ ഇപ്പൊ കേഴ്സർ വെച്ചിരിക്കുന്ന കാണാമോ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ അവിടെ ഞാൻ കൊടുക്കുവാണ് എ. ഓക്കെ, എ എന്ന് കൊടുത്തിരിക്കുന്ന കണ്ടല്ലോ അല്ലേ? അപ്പം എ എന്ന് ഞാൻ കൊടുത്തപ്പോ തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കണ്ടോ, എ ഉള്ളതെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി എ സ്റ്റാർ, അപ്പൊ ആ സെലക്ഷൻ ഒന്നുകൂടെ മാറി, കാരണം എ ഫസ്റ്റ് ലെറ്റർ ആണ്. അത് കഴിഞ്ഞ് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എ കഴിഞ്ഞിട്ട് എത്ര ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ ഞാൻ എ സ്റ്റാർ ഡോട്ട് സ്റ്റാർ എന്ന് കൊടുക്കുകയാണ്. എ സ്റ്റാർ ഡോട്ട് സ്റ്റാർ മീൻസ് എന്താ, എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് ഡോക്യുമെന്റും എന്നുള്ള മീനിങ് ആണ്. അതേസമയം എ സ്റ്റാർ കഴിഞ്ഞിട്ട് ഞാൻ JPEG എന്ന് വല്ലതും കൊടുക്കുവാണ്. JPEG എന്ന് കൊടുത്തപ്പം എന്താ, എനിക്ക് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന
ഇമേജസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അതേസമയം ഞാൻ XLS എന്ന് കൊടുത്തു, കണ്ടോ അസൈൻമെന്റ് ഡേറ്റിന്റെ 2 ഫയൽസ് അവിടെ വന്നേക്കുന്നത് കണ്ടോ, കാണുന്നുണ്ടോ? അപ്പം ഇത് തന്നെയാണ് ഇത് നമ്മൾ വിൻഡോസിൽ ചെയ്യുന്നത്. ഈ സെയിം സാധനം തന്നെയാണ് നമ്മളിപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഈ സ്റ്റാറിന്റെ അതേ ജോലിയാണ് അവിടെ പെർസെന്റേജ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇനി ഒരു ഇതും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് 2 സ്റ്റാറും 1 സ്റ്റാറും ഒരേ മീനിങ്ങേ വരത്തുള്ളൂ. അത് ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കാണിച്ചിട്ട് അപ്പൊ ക്ലിയർ ആയിക്കോളും. a?.xls. ഓക്കെ, അപ്പൊ ഞാന് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ പോലും, ക്വസ്റ്റ്യൻ മാർക്ക് S ഇപ്പം അങ്ങനത്തെ ഒരു എക്സൽ, അതായത് രണ്ടാമത്തെ അക്ഷരം S ആയിരിക്കണം, ആദ്യത്തെ അക്ഷരം എന്ത് വേണമെങ്കിലും ആകാം. അതേസമയം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റാറും കൂടി ഇട്ടെന്ന് വെച്ചു, അപ്പൊ അത് വരും. കാരണം ആദ്യത്തെ ലെറ്റർ എന്തും ആകാം, പക്ഷെ രണ്ടാമത്തെ ലെറ്റർ S ആയിരിക്കണം. S കഴിഞ്ഞിട്ടുള്ളത് എന്തും ആകാം. അതാണ് ആ സ്റ്റാർ കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാല് അവിടെ ഒറ്റ ക്യാരക്ടറേ പറ്റുള്ളൂ, അത് എന്ത് വേണേലും ആകാം. രണ്ടാമത്തെ ലെറ്റർ S ആയിരിക്കണം. എല്ലാത്തിനും S ആണോ വരുന്നത്? അപ്പൊ ഈ ഒരു നമ്മൾ ചേർക്കാൻ ഉപയോഗിക്കുന്ന S കൂട്ടിയുള്ള ഫയൽ ആയതുകൊണ്ടാണ് S കൊടുത്തിരിക്കുന്നത്. ഞാൻ S കൂട്ടിയ ഒരു ഫയൽ ഇതിനകത്ത് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ E കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ വരുമ്പോഴേക്കും അതിന്റെ മീനിങ് എന്താണ്? ഏത് അത് കഴിഞ്ഞിട്ട് എത്ര എണ്ണം വേണമെങ്കിലും വരാമെന്ന് അതിന്റെ മീനിങ്. ഞാൻ വേറൊരു ഡ്രൈവോ വല്ലതും എടുക്കാതെ S കൂട്ടിയുള്ള എത്ര എണ്ണം വേണമെങ്കിലും വരാം അല്ലേ? ഇതിനകത്ത് ഞാന് A*.xls കൊടുത്തു. അപ്പം എയിൽ തുടങ്ങുന്ന എക്സൽ ഫയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഞാൻ അവിടെ PDF എന്ന് കൊടുത്തു. എയിൽ തുടങ്ങുന്ന PDF ഫയലുകളെല്ലാം ഇതേ കണ്ടോ ഡിസ്പ്ലേ ചെയ്തേക്കോ, കണ്ടോ? ഫസ്റ്റ് ലെറ്റർ A ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഇവിടെ ഞാൻ A കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുവാണ്. സെക്കൻഡ് ലെറ്റർ എന്ത് വേണേലും ആകാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് S വേണം. A?S, അത് കഴിഞ്ഞിട്ട് സ്റ്റാർ കൊടുക്കാം. S കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആവാം. എന്താ നോക്കിക്കേ, ഫസ്റ്റ് ലെറ്റർ A ആണ്, സെക്കൻഡ് ലെറ്റർ സ്പേസ് ആകാം അല്ലേ, അല്ലെങ്കിൽ എന്ത് ലെറ്റർ വേണമെങ്കിലും ആകാം. തേർഡ് വണ്ണ് S ആയിരിക്കണം. അത് കഴിഞ്ഞ് എന്ത് വേണേലും ആകാം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ എനി ബട്ട് വൺ. അസ്ട്രിസ്ക് എന്ന് പറഞ്ഞാല് മെനി എന്നുള്ള മീനിങ് ആണ്. ഇതിന്റെ എല്ലാം യൂസേജ് പെർസെന്റേജിന്റെ ഇതാണോ?
ഞാൻ ആ പെർസെന്റേജിനെ ഒന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം. എനിക്ക് മറ്റേതിനകത്ത് ഇങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മള് പിന്നെ DBMS നിങ്ങൾ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ഒക്കെ ചെയ്യണ്ടേ? അന്നേരം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഈ സിമ്പിൾസ് ആണ്. ലൈക്കും സിമ്പിളും ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. ഈ അണ്ടർസ്കോർ വരുമ്പോ ഇനി ഇതൊന്ന് നോക്കിക്കേ. വേർ സാലറി ലൈക്ക് 200%. അപ്പം എന്നാ ചെയ്യുന്നത്? ഫൈൻഡ് വാല്യൂസ് അറ്റ് സ്റ്റാർട്ട് വിത്ത് 200. വേർ സാലറി ലൈക്ക് പെർസെന്റേജ് 200%. അപ്പൊ 200 എന്നുള്ളത് ഏതെങ്കിലും പൊസിഷനിൽ വരുന്ന എല്ലാം. ഇനി വേർ സാലറി ലൈക്ക് ഇത് കണ്ടോ, ഇവിടെ 00, അതിന് മുമ്പ് ഒരു അണ്ടർസ്കോർ ആണ്. അപ്പം എനി വാല്യൂസ് ഇവിടെ നമുക്ക് 2ഓ 3ഓ 7ഓ എന്ത് വേണേലും ആകാം. പക്ഷെ അടുത്ത രണ്ട് പൊസിഷനിൽ, സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ സീറോസ് ആയിരിക്കണം. വേർ സാലറി ലൈക്ക് പെർസെന്റേജ് 2 എന്ന് പറഞ്ഞാല് ഫൈൻഡ്സ് എനി വാല്യൂസ് അറ്റ് എൻഡ് വിത്ത് 2. ക്ലിയർ ആണ് ഇത്രയും? ഈ അണ്ടർസ്കോറിന്റെയും സ്റ്റാറിന്റെയും പർപ്പസ് സെയിം ആണോ? അണ്ടർസ്കോറിന്റേതും ക്വസ്റ്റ്യൻ മാർക്കിന്റെയും പർപ്പസ് സെയിം ആണ്. അണ്ടർസ്കോറിന്റെയും ക്വസ്റ്റ്യൻ മാർക്കിന്റെയും അല്ലേ? ഇത് തമ്മിലുള്ള ഒന്നും വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? ഏത് തമ്മിലാ? അണ്ടർസ്കോറും സ്റ്റാറും തമ്മില്. ഞാൻ സ്റ്റാറിൻ്റെത് നമ്മുടെ വിൻഡോസിന്റെ ആണ്. നമ്മുടെ SQLനകത്ത് നമുക്ക് വരുന്നത് പെർസെന്റേജും അണ്ടർസ്കോറും ആണ്. അപ്പൊ ഇത് നമ്മൾ സിമിലർ ആയിട്ടൊരു യൂസേജ് ആണ് നമ്മൾ വിൻഡോസിൽ അല്ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ രണ്ട് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് ആണ് സ്റ്റാറും ക്വസ്റ്റ്യൻ മാർക്കും. അപ്പൊ അത് നിങ്ങൾക്ക് അതൊന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ അത് യൂസ് ചെയ്തെന്നേ ഉള്ളൂ. രണ്ടുകൂടെ കൂട്ടി കുഴക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അണ്ടർസ്കോറും പെർസെന്റേജ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അല്ലേ? ഇതിനകത്ത് അണ്ടർസ്കോറും പെർസെന്റേജേ ഉള്ളൂ. അതെ. ഇവിടെ ഇന്നലെ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രോം എന്ന് പറഞ്ഞ് കണ്ടില്ലായിരുന്നോ? സെലക്ട് സ്റ്റാർ ഫ്രോം സ്റ്റുഡന്റ്, സെലക്ട് സ്റ്റാർ ഫ്രോം എംപ്ലോയി. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് സെലക്ട് ക്ലോസിന്റെ കൂടെ നമ്മൾ അസ്ട്രിക് സിമ്പിൾ അല്ലെങ്കിൽ സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഓൾ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ റിസൾട്ട് റിലേഷൻ ഓഫ് ദ ഫ്രം ക്ലോസ് ആർ സെലക്ടഡ്. Select instructor dot star from instructor comma teachers where instructor dot id is equal to teachers dot id. അപ്പം ഇൻസ്ട്രക്ടർ ഡോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് എന്താ? സെലക്ട് സ്റ്റാർ ഫ്രം ഇൻസ്ട്രക്ടർ കോമ ടീച്ചേഴ്സ്. അപ്പം ഇതിന്റെ രണ്ട് ഈ ID മാച്ച് ആകുന്നതിന്റെ എല്ലാ ഫീൽഡുകളും അല്ലെ എല്ലാ ആട്രിബ്യൂട്ടും സെലക്ട് ചെയ്യാനാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് ഓർഡർ ബൈ ആണ്. ഓർഡർ ബൈ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സോർട്ടഡ് ആയിട്ട് നമുക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്ക് ക്ലാസ്സിലെ മാർക്കിന്റെ ബേസിലോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഒക്കെയാണ് സാലറിയുടെ ബേസിലോ അല്ലെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിന്റെ ബേസിലോ
അല്ലെ ഏജിന്റെ ബേസിലോ അല്ലെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിന്റെ ബേസിലോ അങ്ങനെ നമുക്ക് പല ഓർഡറിൽ ഐ ക്യാൻ ഡിസ്പ്ലേ ദ റിസൾട്ട്. അപ്പൊ നമുക്ക് 2 ഓർഡർ ആണുള്ളത്, അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും. ഇതിപ്പോ ഡിസെൻഡിങ് ഇന്നലെ നമ്മൾ ഒന്ന് പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ഞാൻ ഈ DSCക്ക് നമുക്ക് വേറൊരു യൂസേജും കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഡിസ്ക്രൈബ് എന്നുള്ള ഒരു മീനിങ്ങും കൂടെ ഉണ്ട്. സോ ordering the display of tuples, the order by clause causes the tuples in the result of a query to appear in sorted order. Order by clause is used to sort the data in ascending or descending order based on one or more columns. Select column list from table name where ഒരു കണ്ടീഷൻ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നു. അടുത്തതാണ് നമ്മൾ നോക്കേണ്ടത് ഓർഡർ ബൈ ഏത് കോളം ആണെന്ന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ ഏത് ഓർഡർ ആണ്, അസെൻഡിങ് ഓർഡർ ആണോ ഡിസെൻഡിങ് ഓർഡർ ആണോ എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യണം. എക്സാമ്പിൾ, ordering the display of tuples, sort the result in ascending order by name. Select star from table 1, order by name. ബൈ ഡിഫോൾട്ട് അത് അസെൻഡിങ് ഓർഡർ ആയിരിക്കും. നമ്മളിപ്പം അസെൻഡ് ASC നമ്മൾ പറഞ്ഞില്ലെങ്കിലും അത് അസെൻഡിങ് ഓർഡറിലായിരിക്കും വരിക. അപ്പോൾ ടേബിൾ 1ൽ നിന്ന് റിസൾട്ട് മുഴുവൻ പ്രിന്റ് ചെയ്യാം. നെയിം എന്ന് പറയുന്ന ഫീൽഡിന്റെ ഓർഡറിൽ വേണം പ്രിന്റ് ചെയ്യാനായിട്ട്. സോർട്ട് ദ റിസൾട്ട് ഇൻ ഡിസെൻഡിങ് ഓർഡർ ബൈ നെയിം. അപ്പൊ നമ്മൾ എന്താ കൊടുക്കണ്ടേ, മുമ്പത്തെ തന്നെ, പക്ഷെ ഇവിടെ നമ്മൾ ഡിസെൻഡിങ് എന്നുള്ളതും കൂടെ ആഡ് ചെയ്തു. ക്ലിയർ ആണോ ഇത്രയും? ടേബിൾ 1 അല്ലേ ഡിസെൻഡിങ് ആകുന്നത്? ടേബിൾ 1 അല്ലേ ഓർഡർ ബൈ? ടേബിൾ 1ന്റെ അകത്തല്ലേ നെയിം? അതെ അതെ, നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ ഏതാന്ന് വെച്ചാൽ അതിനകത്ത് ഈ ഒരു ഫീൽഡ് ഉണ്ടായിരിക്കണം. ഇന്നലെ നമ്മൾ ചെയ്ത എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ നെയിം എന്ന മറ്റായിരുന്നു കൊടുത്തിരുന്നെന്ന് തോന്നുന്നു അല്ലെ, സ്റ്റുഡന്റ് അല്ലെ, സ്റ്റുഡന്റ് എന്നായിരുന്നു എന്റെ ടേബിളിന്റെ നെയിം. അപ്പം സെലക്ട് സ്റ്റാർ ഫ്രോം സ്റ്റുഡന്റ്, ഓർഡർ ബൈ നെയിമോ നെയിമോ ഏതാന്ന് വെച്ചാല് ഓർഡർ ബൈ നെയിം കൊടുത്തിട്ട് DSC എന്നും കൂടെ കൊടുക്കണം. DSC എന്നും കൂടെ കൊടുക്കണം അല്ലേ? ഈ സ്റ്റാർ ഫ്രം എന്ന് പറയുമ്പോൾ ഏത് വേണേലും ആവാന്നല്ലേ? ഏതാ ലാസ്റ്റത്തെ സ്റ്റാർ ഫ്രം ടേബിൾ എന്ന് പറയുമ്പോൾ ഏത് ടേബിൾ വേണേലും ആവാന്നല്ലേ? ഒരു മിനിറ്റ്. ഇപ്പൊ എനിക്ക് സ്റ്റുഡന്റിനകത്ത് ഇത്രയും സംഭവങ്ങളാവുള്ളത് കണ്ടോ, കാണാമോ? ഇപ്പൊ സ്റ്റുഡന്റിനകത്ത് ഇത്രയും ഡാറ്റയാണ് എനിക്കുള്ളത്. ഞാനൊരു 2 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. റോൾ നമ്പർ 110, നെയിം, ജെൻഡർ, ഞാൻ 2 വാല്യൂസും കൂടെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഞാൻ SQL കൊടുക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് കൊടുത്താല്
ഇങ്ങനെ വരിക അല്ലേ? ഞാന് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് DSC. നമ്മുടെ ഇതിന്റെ നെയിം എന്നാക്കിയായിരുന്നു? സ്റ്റുഡന്റിന്റെ കോളംസ് ഏതൊക്കെയായിരുന്നു? നെയിം അല്ലേ? DSC നെയിം. സോറി, ഓർഡർ ബൈ കൊടുത്തില്ലല്ലോ അല്ലേ? ഓർഡർ ബൈ കൊടുക്കണ്ടായിരുന്നോ? ഇവിടെ നമ്മള് ഓർഡർ ബൈ നെയിം DSC. കണ്ടോ? ഓർഡർ ബൈ നെയിം ഡിസെൻഡിങ് ആ കൊടുത്തത്. കണ്ടോ? V അല്ലേ ഏറ്റവും ആദ്യം വന്നേക്കുന്നേ? കാണുന്നുണ്ടോ? ഇനി നമ്മള് ചുമ്മാ ഞാൻ ഓർഡർ ബൈ നെയിം എന്നാ കൊടുക്കുന്നെങ്കില് കണ്ടോ? ഇങ്ങനെ വരും. എന്തോ അസെൻഡിങ് ഓർഡറിൽ വരും. കമാൻഡ് കൊടുക്കണ്ടേ? വേണ്ട, ബൈ ഡിഫോൾട്ട് അസെൻഡിങ് ആണ്. അസെൻഡിങ് എന്ന് കൊടുത്തില്ലേലും അസെൻഡിങ് ആയിട്ടേ വരത്തുള്ളൂ. അടുത്തത് നമുക്ക് വേർ ക്ലോസിന് കുറെ പ്രെഡിക്കേറ്റ്സ് ഉണ്ട്. ഓക്കെ, ബിറ്റ്വീൻ, ആൻഡ്, ഓർ, നോട്ട്, അങ്ങനെ. ഇത് കണ്ടോ? സാലറി ബിറ്റ്വീൻ ദിസ് വൺ, സാലറി ബിറ്റ്വീൻ 90,000 ആൻഡ് 1 lakh. ഓക്കെ, അപ്പൊ നമുക്ക് സെലക്ട് നെയിം ഫ്രം ഇൻസ്ട്രക്ടർ വേർ സാലറി ബിറ്റ്വീൻ ദിസ് വൺ. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ നമ്മൾ 2 ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ബിറ്റ്വീനും ആൻഡും. കണ്ടോ? ഇതിന്റെ മീനിങ് എന്താ? ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് സാലറി ഇത്രയും കിട്ടുന്ന ആൾക്കാരുടെ നെയിമുകൾ ലിസ്റ്റ് ചെയ്യുക. ഏതാ ബിറ്റ്വീൻ എന്ന് പറയുമ്പോ മുതലാണോ? അതായത് വേർ ക്ലോസ് ഇല്ലേ? സെലക്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേർ എന്ന് പറഞ്ഞൊരു ക്ലോസ് യൂസ് ചെയ്യും. അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറെ ഓപ്പറേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്സ് ആണ് ബിറ്റ്വീന്, ആൻഡ്, ഓർ, നോട്ട് എല്ലാം. അപ്പൊ നമുക്ക് വേർ സാലറി ബിറ്റ്വീൻ ദിസ് വൺ. അപ്പം ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ എനിക്കൊരു ടേബിൾ ഉണ്ട്. അതിനകത്ത് സാലറി എന്ന് പറയുന്ന ഫീൽഡിന്റെ വാല്യൂ ഈ 2 എണ്ണത്തിന്റെ ഇടയ്ക്ക്, അതായത് 90,000-നും 1 lakh-നും ഇടയ്ക്കുള്ള എല്ലാ റെക്കോർഡ്സിന്റെയും നെയിം എന്ന് പറയുന്ന ഫീൽഡ് ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ പറയുക. രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ
അതിനെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻഡ് ഓപ്പറേറ്റർ. ഓക്കെ, ഇപ്പം മുമ്പേ നമ്മൾ ബിറ്റ്വീന്റെ കൂടെ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷനാണ് പറയുന്നത്, സാലറി ഗ്രേറ്റർ ദാൻ 2000 ഏജ് ലെസ് ദാൻ 25. ഓക്കെ, ഇപ്പൊ രണ്ട് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ആവണം. ഒന്ന്, ഫസ്റ്റ് കണ്ടീഷൻ ഏതാ? സാലറി ഗ്രേറ്റർ ദാൻ 2000 ആയിരിക്കണം, അതുപോലെ ഏജ് 25 കുറവും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ എന്താ വേണ്ടേ? ID, നെയിമും സാലറി. ഓക്കെ, ഈ മൂന്ന് ഫീൽഡുകൾ ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നും റെസ്പോൺസ് ഇല്ലേ? ഇനി അടുത്തത് ആൻഡ് പോലെ. ഇപ്പൊ നമ്മൾ മൂന്നെണ്ണായി. ആദ്യം നമ്മൾ ബിറ്റ്വീൻ ആ കണ്ടത്, അടുത്തത് ആൻഡ് കണ്ടു, അടുത്തത് ഓർ ആണ്. ഓക്കെ, ഓർ എന്ന് പറഞ്ഞാല് മുമ്പേ നമുക്ക് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു. ഏതാ? സാലറി ഗ്രേറ്റർ ദാൻ 2000 ഏജ് ലെസ് ദാൻ 25. ഇവിടെ നമ്മൾ ഓർ കണ്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓർ എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നുകിൽ സാലറി ഗ്രേറ്റർ ദാൻ 2000 ആയിരിക്കണം, അല്ലെങ്കിൽ ഏജ് ലെസ് ദാൻ 25 ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഇനി നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് സെലക്ട് സ്റ്റാർ ഫ്രം സപ്ലയേഴ്സ് വേർ സിറ്റി is equal to ന്യൂയോർക്ക് ആൻഡ് നെയിം is equal to IBM. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർ റാങ്കിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഒരു കണ്ടീഷനാണ്. മുമ്പേ നമ്മൾ ആൻഡ് ഓറും ഒക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്രാക്കറ്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഇത് IBM വരെ ഒരൊറ്റ ബ്രാക്കറ്റ് ആണ്. ഓക്കെ, അത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. അതായത് സിറ്റി is equal to ന്യൂയോർക്കും നെയിം is equal to IBM എന്ന് പറയുന്നത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ അതിന് കിട്ടുന്ന റിസൾട്ടും അത് ഓർ റാങ്കിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇവിടെ നമുക്ക് കുറെ കണ്ടീഷൻസ് ആണ് അല്ലെ. ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളത് എന്താണോ ആ റിസൾട്ട്, ഓർ റാങ്കിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇത്രയും കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആ, ഇത് രണ്ടും പാക്കറ്റിലല്ല വരുന്നത്. അപ്പൊ ഇതിൽ ഏതാ ആദ്യം ചെയ്യുന്നത്? ഓർഡറില് സിറ്റി എന്നുള്ള ന്യൂയോർക്കാണോ പറയുന്നുണ്ടോ? അതിന്റെ നെയിം ഈക്വൽ ടു IBM എന്നുള്ളത് പാക്കറ്റിലല്ലേ? ഈ ഓർഡറിലെ സെലക്ട് സ്റ്റാർ ഫ്രം സപ്ലയേഴ്സ് വേർ ആദ്യം സിറ്റി is equal to ന്യൂയോർക്ക് ആൻഡ് ഇത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എന്താണോ അതിന് ഇത് വെച്ചിട്ട് ഓർ ചെയ്യും. റാങ്കിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ളത് വെച്ചിട്ട് ഓർ ചെയ്യും. അതിന്റെ റിസൾട്ട് തന്നെയാണല്ലേ? ഇവിടെ നമുക്കൊരു റിസൾട്ട് കിട്ടും.
സിറ്റി ന്യൂയോർക്കും നെയിം IBM ആയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടാവും. ആ റെക്കോർഡ്സിനെ നമ്മൾ റാങ്കിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ള റെക്കോർഡ്സുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത്, ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാ? ബിറ്റ്വീൻ, ആൻഡ്, ഓർ, നോട്ട്. നോട്ട് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഇനി അടുത്തത് ഇന്നാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റില് ഉള്ള വാല്യൂസ് മാത്രമേ അവർ നോക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിളിനകത്ത് സെലക്ട് സ്റ്റാഫ് ഫ്രം സ്റ്റുഡന്റ് വേർ ഫസ്റ്റ് നെയിം ഇൻ അപ്പു, രാജി, സാജൻ. അപ്പു, രാജി, സാജൻ, ഈ 3 ഏതാ വാല്യൂസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും, ഓക്കെ, ഫസ്റ്റ് നെയിം ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ട് അവിടെ. Statement will select all the columns from the student table where first name is equal to either Appu, Raji or Sajan. It will return the rows if it is any of these values. The in condition operator can be rewritten by using compound conditions with the equals operator or combining it with or. അപ്പൊ നമ്മൾ മുമ്പേ ചെയ്ത ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ഇത് ചെയ്യാം. അതിൽ എളുപ്പമാണ് ഇത് ഇൻ വെച്ചിട്ട് ചെയ്യാൻ. ഏതാ വേറെ സ്റ്റുഡന്റ് എന്നുള്ളത് ടേബിളിന്റെ നെയിമാണ്. വേറെ എന്നുള്ളത് നമ്മുടെ കീവേഡ് ആണ്. ഫസ്റ്റ് നെയിം എന്നുള്ളത് ഫീൽഡ് നെയിം ആണ്. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളില് ഫസ്റ്റ് നെയിം ഈ 3 വാല്യൂസ് ഉള്ളത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ്. റിസൾട്ട് കണ്ടോ? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ നെയിം ഇൻ അനു, അന്നു. അപ്പം അനു എന്നുള്ള പേരും അന്നു എന്നുള്ള പേരും മാത്രം കണ്ടോ ലിസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ? സോറി കണ്ടോ? ഇവിടെ നമ്മള് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ നെയിം ഇൻ അന്നു. റിസൾട്ട് കണ്ടോ ഇവിടെ? ഒന്നും ഡിസ്പ്ലേ ചെയ്യത്തില്ല.
ഉണ്ടോ? ഡിസ്പ്ലേ ചെയ്തോ? ഇല്ല. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ബിറ്റ്വീൻ എന്നുള്ളത്. കോളം ബിറ്റ്വീൻ 20 and 30. ഇത് ഡേറ്റ് ഇതുപോലെ കൊടുക്കാം. 2 ഡേറ്റുകൾ തമ്മിലുള്ള ഇത് കൊടുത്തിട്ട് അതനുസരിക്കുന്ന റെക്കോർഡുകൾ ഏതൊക്കെയാണ് അത് ഇതുപോലെ ലിസ്റ്റ് ചെയ്യാം. സെലക്ട് സ്റ്റാർട്ട് ഫ്രോം ടെമ്പ് വേർ DOB ബിറ്റ്വീൻ 2 January 14 and 12 March 14. ക്ലിയർ ആണോ? ടെമ്പ് എന്ന് പറഞ്ഞ ടേബിളിൽ ഡേറ്റ് ഓഫ് ബർത്ത് 2 January 14th to 12 March 14th വരെ അല്ലേ ഡിസ്പ്ലേ ചെയ്യാനുള്ളതല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. ടെമ്പ് എന്ന് പറഞ്ഞ ടേബിളില് ഡേറ്റ് ഓഫ് ബർത്ത് 2 January 14 to 12 March 14 വരെയുള്ള ഡിസ്പ്ലേ ചെയ്യാനല്ലേ? അതെ അതെ. ഇത് നമുക്ക് നോട്ട് ഓപ്പറേറ്ററും കൂടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത് എന്തായിരിക്കും എന്ന് നോക്കിക്കേ. കിട്ടിയോ അതിന്റെ റിസൾട്ട് എന്താന്ന്? സെലക്ട് സ്റ്റാർ ഫ്രം ടെസ്റ്റ് വേർ സാലറി നോട്ട് ബിറ്റ്വീൻ 4,000 and 5,000 എന്ന് വെച്ചാൽ എന്താ? ഹലോ പോയോ? പറഞ്ഞു. ടേബിളില് 4,000 5,000 ഇടയ്ക്ക് വരാത്തവരുടെ വരാത്ത റെക്കോർഡ്സ് അല്ലേ? യെസ്, കറക്റ്റ്. നെക്സ്റ്റ് വരുന്നത് സെറ്റ് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ സെറ്റിന്റെ ഇത് ഞാൻ പറഞ്ഞപ്പം ഇത് ഓൾറെഡി ഒന്ന് പറഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാനുണ്ട്. യൂണിയൻ, ഇന്റർസെക്റ്റ്, എക്സെപ്റ്റ്. ഓക്കെ, യൂണിയൻ എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ select column names from table name, union, select column names from table. Okay, അതായത് ടേബിൾ 1 നിന്നും ടേബിൾ 2 നിന്നും I'll be selecting certain columns
and it will be united. Okay. അതായത് നമുക്ക് ഈ രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെയും റിസൾട്ടിനെ കമ്പൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ ഒറ്റ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? സെലക്ട് സ്റ്റേറ്റ്മെന്റ് വിതിൻ ദ യൂണിയൻ മസ്റ്റ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് കോളംസ് വിത്ത് സെയിം ഡാറ്റ ടൈപ്പ്. നമുക്കൊരു കോമൺ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ യൂണിയൻ ഓപ്പറേറ്റർ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിനെ മാത്രമേ ബൈ ഡിഫോൾട്ട് സെലക്ട് ചെയ്യാറുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് പോരാ, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെയും കൂടെ അലൗ ചെയ്യണമെങ്കിൽ I can use union all. Select column names from table name. Union all. Select column names from table 2. Okay. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും അവിടെ ഡിസ്പ്ലേ ആവും. ക്ലിയർ ആണോ? ഇത് മുമ്പ് പറഞ്ഞത് ഇതൊന്നും എന്നാണ് വ്യത്യാസമുള്ളത്? മുമ്പ് പറഞ്ഞത് എന്താ, യൂണിയൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഇപ്പം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതേസമയം യൂണിയൻ ഓൾ ആണ് കൊടുക്കുന്നതെങ്കിൽ അന്നു എന്നുള്ളത് 2 പ്രാവശ്യവും ഡിസ്പ്ലേ ചെയ്യും. സെയിം വാല്യൂ ആണെങ്കിൽ ഒരു വാല്യൂ ഒരെണ്ണേ ഡിസ്പ്ലേ ചെയ്യും. ഒരെണ്ണേ വരത്തുള്ളൂ. അടുത്തത് ഇന്റർസെക്റ്റ് ആണ്. ഇന്റർസെക്റ്റ് എന്ന് പറയുമ്പോൾ ആ യൂണിയന് പകരം നമ്മളിവിടെ ഇന്റർസെക്റ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നു. അതായത് returns any distinct values that are returned by both the query on the left and right sides of the intersect operand. രണ്ട് ടേബിളുകൾ അതിനെ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് എക്സെപ്റ്റ് ആണ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ returns any distinct values from the left query that are not also found on the right query. Okay. മെസ്സേജ് എന്താണ് സാർ? വായിച്ചു നോക്കിയത്. Returns any distinct values from the left query that are not also found on the right query. അല്ലേ? അതായത് മൈനസ് എന്നുള്ള ഒരു മീനിങ് ആണ് ഇത്. സെലക്ട് നെയിം ഫ്രം ടെസ്റ്റ് 1 മൈനസ് സെലക്ട് നെയിം ഫ്രം ടെസ്റ്റ് 2.
ഇവിടെ നമുക്ക് 2 ക്വറീസ് ആണ് ഉള്ളത്. ടെസ്റ്റ് 1ൽ നിന്ന് നെയിം സെലക്ട് ചെയ്യണം, ടെസ്റ്റ് 2ൽ നിന്നും നെയിം സെലക്ട് ചെയ്യണം. അപ്പം എന്താ ഇതിൽ നിന്ന് രണ്ടിനെയും കൂടെ വന്നിട്ട് മൈനസ് ചെയ്യുവാണ്. ടെസ്റ്റ് 1ന്റെ റിസൾട്ടിനകത്തുനിന്ന് ടെസ്റ്റ് 2ന്റെ റിസൾട്ടിനെ നമ്മൾ മൈനസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതുപോലെ നമുക്ക് നൾ വാല്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ്, അതാണ് ഏതാ ആവറേജ്, മിനിമം, മാക്സിമം, സമ്മ്, കൗണ്ട്, ഇതെല്ലാം. അതുപോലെ തന്നെ SQL കൗണ്ട് ഫംഗ്ഷൻ ഉണ്ട്, യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് റോസ് ഇൻ എ ഡാറ്റാബേസ് ടേബിൾ. കൗണ്ട് സ്റ്റാർട്ട് ഫ്രം ടാബ് 1 എന്ന് പറഞ്ഞാൽ എന്താ എത്ര റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എത്ര അജിന്റെ റെക്കോർഡ്സ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സെലക്ട് കൗണ്ട് സ്റ്റാർട്ട് ഫ്രം ടേബിൾ വേർ നെയിം ഇസ് ഈക്വൽ ടു അജിൻ. അതുപോലെ തന്നെ മാക്സിമം ഓഫ് ഏജ് ഫ്രം ടേബിൾ 1. നമുക്ക് മാക്സ് ഫംഗ്ഷൻ നോക്കാം. അതുപോലെ തന്നെ മിനിമം ഓഫ് ഏജ് ഫ്രം ടേബിൾ 1. ഓക്കെ, ആവറേജ് ഓഫ് ഏജ്, സം ഓഫ് ഏജ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഗ്രൂപ്പ് ബൈ ക്ലോസും കണ്ടതായിരുന്നു. ഇത് നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഓർക്കുന്നില്ല ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇനിയുള്ളത് നെസ്റ്റഡ് ക്വറീസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാബിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള കുറെ സാധനങ്ങളാണ് ഇതെല്ലാം. A nested query is a query that has another query embedded within it. The embedded query is called a subquery. A subquery is usually added in the where clause of the SQL statement. നമുക്ക് inner query അല്ലെങ്കിൽ outer query അല്ലെങ്കിൽ എന്താ സബ് ക്വറി, മെയിൻ ക്വറി എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ വിളിക്കാം. ഓക്കെ, ഇന്നർ ക്വറി അല്ലെങ്കിൽ സബ് ക്വറി ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ആകുന്നത്. അപ്പൊ ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന കണ്ടോ, സെലക്ട് ലിസ്റ്റ് ഫ്രം ടേബിൾ. ഫസ്റ്റ് ഈ ഒരു പോർഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ട് ഔട്ടർ ക്വറിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മുടെ ഈ സബ് ക്വറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു വേർ കണ്ടീഷൻ കഴിഞ്ഞിട്ടായിരിക്കും എപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് സിൻടാക്സ്. സെലക്ട്, എന്താ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ സ്റ്റാർ ആണോ അല്ലെങ്കിൽ ഏതൊരു കോളമാണോ അത് നമ്മൾ പറയും, ഏത് ടേബിളിൽ നിന്നാണ്. ഇനി അതുപോലെ തന്നെ വേർ ഏത് ഓപ്പറേറ്റർ ആണ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ സബ് ക്വറി നമ്മൾ ഇതുപോലെ കൊടുക്കും. എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ 2 ടേബിൾസ് ആ ഉള്ളത്, സ്റ്റുഡന്റും മാർക്സും. രണ്ടിനകത്തും ഐ ഹാവ് ID. നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ്. Write a query to identify all students who get better marks than that of the student whose ID is 2.
ജിയുടെ മാർക്ക് എത്ര? 70. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ ഹലോ, പോയോ? കേട്ടില്ല, അങ്ങനെ പറയാം. We have 2 tables here. അതിനകത്ത് ഒന്നിനകത്ത് we have ID and name. Second one we have ID and marks. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ all students who get better marks than that of the student whose ID is 2. അതായത് അതിന്റെ മീനിങ് എന്താ? ID 2 ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ മാർക്കിനെ കഴിഞ്ഞും കൂടുതൽ മാർക്ക് കിട്ടിയത് ആരൊക്കെയാണോ അവരുടെ ലിസ്റ്റ് തരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താ? ID 2 ആയിട്ടുള്ള സ്റ്റുഡന്റ് ഏതാണോ, അല്ലെ? അപ്പൊ അത് നമ്മൾ ആദ്യം കണ്ടു. ID 2 ഇതാണ്. ID 2 ആയിട്ടുള്ള സ്റ്റുഡന്റ് സജിയാണ്. അയാളുടെ മാർക്ക് എത്രയാ? 70. അപ്പൊ ആ 70 കഴിഞ്ഞും കൂടുതൽ മാർക്ക് ആർക്കൊക്കെ ഉണ്ടോ അത് അവരുടെ മാർക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അജി ഈ 80 ഈ മാർക്സ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഫസ്റ്റ് സജിയുടെ കണ്ടുപിടിക്കാനുള്ള അപ്പൊ നമുക്ക് മാർക്ക് ഓഫ് ID 2 നമുക്ക് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കായിരുന്നു. സെലക്ട് എ ഡോട്ട് ID, എ ഡോട്ട് നെയിം, ബി ഡോട്ട് മാർക്ക് ഫ്രം സ്റ്റുഡന്റ് എ, മാർക്ക് ബി വേർ എ ഡോട്ട് ID is equal to ബി ഡോട്ട് ID ആൻഡ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 അങ്ങനെ കൊടുക്കായിരുന്നു. മാർക്ക് അറിയാമായിരുന്നെങ്കിൽ. നമുക്കത് അറിയത്തില്ലാത്ത സ്ഥിതിക്ക് ആർക്കാണ് ആ 70 മാർക്സ് ഉള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യണം? സബ് ക്വറീനെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റത്തില്ല. ഇവിടെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? സെലക്ട് മാർക്ക് ഫ്രം മാർക്സ് വേർ ID is equal to 2. അതാദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ആ മാർക്കിനെ കഴിഞ്ഞും ഗ്രേറ്റർ മാർക്ക് ഉള്ളതല്ലേ കൊടുക്കണ്ടേ, അല്ലെ? അപ്പൊ നമ്മൾ സബ് ക്വറിയിൽ ഇതാ ഇത്രയും കൊടുത്തു. സെലക്ട് മാർക്ക് ഫ്രം മാർക്സ് വേർ ID is equal to 2. സെലക്ട് എ ഡോട്ട് ID, A dot name, B dot mark from student A, marks B, where A dot ID is equal to B dot ID and B dot mark greater than this one. Okay. Clear ആണോ? നമുക്ക് രണ്ട് query ആണുള്ളത്. One query returns the marks of 2 and second query identifies the students who get better marks than the result of the first query.
subqueries must be enclosed within parentheses. Inner query can have only one column in the select clause unless multiple columns are in the main query. And it cannot use an order by clause. The between operator cannot be used with an inner query. Okay. ഇത്രയും ക്ലിയർ ആണോ? നെസ്റ്റഡ് സബ് ക്വറി നിങ്ങളുടെ ലാബില് ഈ നെസ്റ്റഡ് സബ് ക്വറി വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് മുഴുവൻ പ്രോബ്ലംസ് എന്ന് എനിക്ക് തോന്നുന്നേ. ഒന്ന് ചെക്ക് ചെയ്തേക്കുക കേട്ടോ. എന്തോ സെലക്ട് എന്നുള്ളത് ടേബിളിന്റെ പേരല്ലേ? എ എന്നുള്ളത് സ്റ്റുഡന്റ് ടേബിളിന്റെ അലിയാസ് നെയിം ആണ്. എയില് ഐ ഡി വന്നിട്ടുണ്ട്, നെയിം വന്നിട്ടുണ്ട്. ബിയിൽ അതുപോലെ മാർക്ക് സ്റ്റുഡന്റ് എന്നുള്ള ടേബിൾ അല്ലേ? മാർക്ക് ബി വേർ എ ഡോട്ട് ഐ ഡി ഈക്വൽ ടു ബി ഡോട്ട് ഐ ഡി. എന്ന് വെച്ചാൽ എ ഡോട്ട് ഐ ഡി എ ഡോട്ട് ഐ ഡിയും ബി ഡോട്ട് ഐ ഡിയും ഇതെന്ന് പറയുന്നത് ഈ ക്വറി നോക്കണ്ട. ഇത് നമ്മൾ ഏറ്റവും ആദ്യം ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. നെസ്റ്റഡ് സബ് ക്വറി ഇവിടെ ഇതാണ് നമ്മൾ നോക്കണ്ടേ. അതായത് സെലക്ട് എ ഡോട്ട് ഐ ഡി ഇതിന്റെ ലാസ്റ്റ് ഇതാണ് നോക്കണ്ടേ. മറ്റത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സബ് ക്വറീസിനകത്ത് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്യാം. മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് എനിക്ക് ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡിലീഷൻ, ഇൻസേർഷൻ, അപ്ഡേറ്റ് ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നല്ലോ. അപ്ഡേറ്റ് കൂടെ കാണിക്കാൻ ഞാൻ. അപ്ഡേറ്റ് ടേബിൾ അപ്ഡേറ്റ് സ്റ്റുഡന്റിനകത്ത് ഇതല്ലേ നെയിം. അപ്ഡേറ്റ് സ്റ്റുഡന്റ് സെറ്റ് നെയിം is equal to Ginu where name is equal to അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, നോക്കണം.
കണ്ടോ? ആ വിനു എന്നുള്ളത് മാറിയിട്ട് ജിനു എന്നായി. കണ്ടോ? നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടുത്തെ എക്സാമ്പിളിനകത്ത് അപ്ഡേറ്റ് ഇൻസ്ട്രക്ടർ സെറ്റ് സാലറി ഈസ് ഈക്വൽ ടു കേസ് വെൻ salary less than or equal to 1 lakh, then salary into 1.05, L salary into this one. Okay. നമ്മൾ ഇവിടെ എന്താ സെലക്ട് സാലറി, അതായത് സാലറി ലെസ് ദാൻ ഇതാണെങ്കിൽ നമ്മൾ സാലറിയുടെ കൂടെ 1.05 അത്രയും ശതമാനം കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ സാലറി ഇൻറ്റു 1.03 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്ഡേറ്റ്, ഇപ്പൊ നെയിം അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സാലറി അപ്ഡേറ്റ് ചെയ്യാം, മറ്റേ ഡെസിഗ്നേഷൻ അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ഈ പ്രൊഫൈലൊക്കെ എഡിറ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത വാല്യൂസ് എനിക്ക് റിമൂവ് ചെയ്തിട്ട് വേറെ വാല്യൂസ് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. വ്യൂസ്, വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴും ഈ മെമ്മറിയിൽ പോയിട്ട് ഡാറ്റ എടുത്തുകൊണ്ട് വരാതെ അല്ലെ ടേബിളൊക്കെ ഫെക്ട് ചെയ്യാതെ എനിക്ക് അതിന്റെ ഒരു വ്യൂ മാത്രം, ഓക്കെ, അതായത് ഒരു വെർച്വൽ ടേബിൾ അല്ലെങ്കിൽ ഒരു വെർച്വൽ റിലേഷൻ ആണ് എന്താ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, SQL allows a virtual relation to be defined by a query, and the relation conceptually contains the result of the query. The virtual relation is not pre-computed and stored, but instead is computed by executing the query whenever the virtual relation is stored. Any such relation that is not part of the logical model but is made visible to a user as a virtual relation is called a view. വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു വെർച്വൽ ടേബിൾ ആണ്. വ്യൂവിന് നമുക്ക് ഡിസ്കിലെ സ്പേസ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പം ജസ്റ്റ് അതിന്റെ ഒരു വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ യൂസറിന് കാണുന്ന ഒരു ഫീൽ എന്താ, അതൊരു റിയൽ ടേബിൾ ആണെന്ന് ഉള്ള രീതിക്കായിരിക്കും. അതിന്റെ സിൻടാക്സ് ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം ആസ്, എങ്ങനെയാ ഇതെന്നുള്ള എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിന്റെ ഇപ്പൊ നമുക്ക് EMP എന്ന് പറഞ്ഞൊരു വ്യൂ ആ ക്രിയേറ്റ് ആവുന്നത്. ക്രിയേറ്റ് വ്യൂ EMP, ID നെയിം EMP age, as select EMP ID EMP name age from employee where age greater than 45. ഓക്കെ, അതായത് നമ്മൾ ഏത് ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഏജ് ഗ്രേറ്റർ ദാൻ 45. ഓക്കെ, അപ്പം അതിനകത്തുനിന്ന് ഏതൊക്കെ ഫീൽഡുകളാണ് നമ്മൾ എടുക്കുന്നത്? എംപ്ലോയി ID, എംപ്ലോയി നെയിം, ഏജ്.
ഓക്കെ. അപ്പം എന്നിട്ട് നമ്മൾ EMP എന്ന് പറഞ്ഞൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എപ്പോഴും എംപ്ലോയി എന്നുള്ളത് ഇത് ചെയ്യണോ? സെലക്ട് സ്റ്റാർ ഫ്രം ആ വ്യൂവിന്റെ നെയിം കൊടുത്താൽ മതി. അപ്പൊ EMP എന്നുള്ള നെയിം അവിടെ കൊടുത്താൽ മതി. ഓക്കെ. നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ ടേബിൾ പോലെ തന്നെ വ്യൂസും നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. എപ്പോഴും ഈ വൈവയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏതാണ് വ്യൂവും ടേബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ വ്യൂ? അതൊക്കെ എപ്പോഴും വൈവയ്ക്കൊക്കെ ചോദിക്കുന്ന കേട്ടോ. എക്സാമ്പിൾ നോക്കാം. നമുക്ക് രണ്ട് ടേബിൾസ് ഉണ്ട്, കസ്റ്റമറും ഉണ്ട്, കസ്റ്റമർ വണ്ണും ഉണ്ട്. നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വ്യൂ അല്ലെ, ഒരു കോംപ്രിഹെൻസീവ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ? അതായത് നമുക്കിവിടെ കസ്റ്റമർ ഉണ്ട്, കസ്റ്റമർ വൺ ഉണ്ട്. നമ്മൾ അതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഈ കോംപ് വ്യൂ എന്ന് പറയുന്ന ടേബിൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് വ്യൂ, കോംപ് വ്യൂ, സെലക്ട് CID, CNAME, department name from customer C, customer 1 C1, where C dot department number is equal to C1 dot department number. എനിക്ക് ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. അതായത് രണ്ടിടത്തും ഈ കോമൺ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇതുപോലെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റൂ. നമുക്ക് വ്യൂ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്ഡേറ്റബിൾ വ്യൂ ഉണ്ട്, നോൺ അപ്ഡേറ്റബിൾ വ്യൂ ഉണ്ട്. ഡാറ്റ മാനിപ്പുലേഷൻ മാത്രം ഡാറ്റ വ്യൂ മാത്രം ചെയ്യാവുന്നതെന്ന് പറയുന്നത് നോട്ട് അപ്ഡേറ്റബിൾ ആണ്. ഡാറ്റ മാനിപ്പുലേഷൻ, അതായത് എപ്പോഴും നമ്മുടെ മെയിൻ സ്റ്റോറേജിൽ പോകാതെ ഈ വ്യൂവിൽ തന്നെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരം വ്യൂസ് ഉണ്ട്. അതാണ് അപ്ഡേറ്റബിൾ വ്യൂ. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് സിലബസിൽ ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ട്രാൻസാക്ഷൻസിലേക്ക് പോവാം. ഇത്രയും ക്ലിയർ ആണല്ലേ?
നെക്സ്റ്റ് ട്രാൻസാക്ഷൻസ് ആണ്. വാട്ട് ഈസ് എ ട്രാൻസാക്ഷൻ? എന്താ ട്രാൻസാക്ഷൻ? നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ടേംസ് ഒക്കെ കണ്ടായിരുന്നു. കമ്മിറ്റ്, റോൾ ബാക്ക്. ഓക്കെ, എന്താ ട്രാൻസാക്ഷൻ? ഉറങ്ങിപ്പോയോ? കൺസിസ്റ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് ക്വറി ഓർ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, അല്ലേ? നമ്മൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു ഫണ്ട് എന്താ ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പിന്നെന്താ പറയാ, ഒരു റീചാർജ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, അതെല്ലാം ഓരോ ട്രാൻസാക്ഷൻ ആണ്, അല്ലേ? കമ്മിറ്റ് വർക്ക് എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ ചെയ്ത കാര്യം എന്താണോ അത് ഡാറ്റാബേസിലേക്ക് അതിനെ സേവ് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യാന്ന് പറയാം. സേവ് ചെയ്ത അതിന്റെ മീനിങ് എന്താ? അതിനെ നമുക്ക് വീണ്ടും അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദാറ്റ് ട്രാൻസാക്ഷൻ ബിക്കം പെർമനന്റ് ഇൻ ദ ഡാറ്റാബേസ്. ഓക്കെ, സേവ് ചെയ്യുന്നതിലുപരി നമുക്ക് ഈ ഒരു ടെർമിനോളജിയാണ് കുറച്ചും കൂടെ നല്ലത്. കമ്മിറ്റ്സ് എ കറന്റ് ട്രാൻസാക്ഷൻ ദാറ്റ് ഇസ് it makes the updates performed by the transaction become permanent in the database. After the transaction is committed, a new transaction is automatically started. Rollback എന്ന് വെച്ചാൽ അൺഡു ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ട്രാൻസാക്ഷനിൽ പെർഫോം ചെയ്ത SQL സ്റ്റേറ്റ്മെന്റ്സ് അൺഡു ചെയ്യുന്നതിനാണ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഫെയിലായി അല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ആയി. അപ്പോൾ ആ ഒരു ടൈമിൽ അതായത് തന്നെ നെറ്റ്വർക്ക് കണക്ഷൻ ഡിസേബിൾ ആയി, അങ്ങനത്തെ എന്തെങ്കിലും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനു മുമ്പ് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുമ്പ് എങ്ങനെ ആയിരുന്നു അതിന്റെ കണ്ടീഷൻ, അപ്പൊ അതിലേക്ക് അതിനെ തിരിച്ചാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നേ റോൾ ബാക്ക് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്, നോട്ട് നൾ, യുണീക്ക്, ചെക്ക്. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡിൽ ഒരു നൾ വാല്യൂ പോലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. The null value is a member of all domains. The not null specification prohibits the insertion of a null value for the attribute. Primary key need not be declared explicitly not to be null. Unique constraint ആണ് അടുത്തത്. That is, no two tuples in the relation can be equal. അതായത് null value പറ്റത്തില്ല. അത് കൂടാതെ ഇപ്പം അതിനകത്ത് അനു എന്നുള്ളത് രണ്ടെണ്ണം വരാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ 101 എന്നുള്ള നമ്പർ രണ്ടു പേർക്ക് ഒരുപോലെ വരാൻ പാടില്ല. ഓക്കെ, അതാണ് യുണീക്ക് കൺസ്ട്രെയിന്റ്. അതുപോലെ ചെക്ക് കൺസ്ട്രെയിന്റ് ഉണ്ട്. ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വാല്യൂ നമ്മളിപ്പം ചെക്ക് ചെയ്യുവാണ്, നമ്മൾ ഇവിടെ കണ്ടോ, ചെക്ക് സെമസ്റ്റർ ഇൻ ഫോൾ, വിന്റർ, സ്പ്രിംഗ്, സമ്മർ. നമ്മൾ ആ എന്ന് പറയുന്ന മുമ്പേ നമ്മൾ കണ്ടതാണ്. അപ്പം സെമസ്റ്ററിന്റെ വാല്യൂ ആണ് നമ്മളിത് നോക്കുന്നത്. എന്തിലാ ചെക്ക് ചെയ്യണ്ടേ? ഫോൾ, വിന്റർ, സ്പ്രിംഗ്, സമ്മർ. ഓക്കെ, അതായത് ഈ സ്പെസിഫൈഡ് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഈ വാല്യൂസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ക്രിയേറ്റ് ടേബിൾ നോക്കണ്ടായിരുന്നു, ഓൾട്ടർ ടേബിൾ, ഡ്രോപ്പ് ടേബിൾ, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ ഇവിടെ അലിയാസ് നെയിമും അല്ലെ ഓർഡർ ബൈ ക്ലോസ്, പിന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ്, ഗ്രൂപ്പ് ബൈ ക്ലോസ്, ദെൻ ഹാവിംഗ് ക്ലോസ്, ഇൻസേർട്ട് കമാൻഡ്, അപ്ഡേറ്റ് കമാൻഡ്, പിന്നെ സബ് ക്വറി, ദെൻ ഡിലീറ്റ് കമാൻഡ്. എപ്പോഴും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റും ട്രങ്കേറ്റും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അതൊക്കെ നോക്കിക്കോണേ. പിന്നെ ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, കുറെ റിലേഷൻസും ഇതൊക്കെ നോക്കിയേക്കണം കേട്ടോ. ഡാറ്റ കൺട്രോൾ ഉണ്ട്, അതായത് നമുക്ക് പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം DCL നമ്മൾ പറയുന്ന ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. അതായത് the data control basically refers to commands that allow system and data privileges to be passed to various users. അപ്പൊ നമുക്ക് ക്രിയേറ്റ് യൂസർ നെയിം ഐഡന്റിഫൈഡ് ബൈ പാസ്വേഡ്. അപ്പൊ നമുക്കിപ്പം ക്രിയേറ്റ് യൂസർ IIT ഐഡന്റിഫൈഡ് ബൈ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കാം. അപ്പൊ നമുക്ക് ആ യൂസറിൽ നമ്മുടെ ഇതൊക്കെ ചെയ്യത്തില്ലേ, നമ്മുടെ OS-ലും ഒക്കെ നമുക്ക് യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ DBMS-ലും നമുക്ക് ഇതുപോലെ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. യൂസറിനെ ക്രിയേറ്റ് ചെയ്താൽ പോരാ, യൂസേഴ്സിന് നമുക്ക് പ്രിവിലേജസ് കൊടുക്കണം. അതായത് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ പെർമിഷനും വേണ്ടിയിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗ്രാന്റ്. നമുക്ക് സിസ്റ്റം ലെവൽ പെർമിഷനും ഉണ്ട്, ഒബ്ജക്ട് ലെവൽ പെർമിഷനും ഉണ്ട്. ഓക്കെ, ഗ്രാന്റ് ക്രിയേറ്റ് സെഷൻ ടു MCA12. MCA12 എന്നുള്ളത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത യൂസർ ആണ്. അതുപോലെ തന്നെ അതായത് സെഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുത്തേക്കുവാണ്. ഇനി അടുത്തത്
സെലക്ട് ഓൺ ഇ എം പി, ഇത് നമ്മൾ ഒബ്ജക്റ്റ് ലെവല. ഒബ്ജക്റ്റ് അതായത് ഇ എം പി എന്ന് പറയുന്ന ഒബ്ജക്റ്റില് എന്താ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിലെ വാല്യൂസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തേക്കുവാണ്. അപ്പൊ നമ്മൾ അടുത്തത് കൊടുത്തിരിക്കുന്നത് ഗ്രാൻഡ് സെലക്ട് ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ് ഓൺ ഇ എം പി ടു MCA12. ഇനി അടുത്തത് നമ്മൾ 2 യൂസർമാർക്ക് കൊടുക്കുകയാണ്. അതായത് MCA12നും 13നും സെലക്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഇ എം പി കൊടുത്തേക്കുവാണ്. ഗ്രാൻഡ് ഓൾ ഓൺ ഇ എം പി ടു പബ്ലിക്. ഓൾ പെർമിഷൻ ടു ഓൾ യൂസേഴ്സ്. ഡു നോട്ട് യൂസ് ഇറ്റ്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ ഡാറ്റാബേസ്. ഇനി നമുക്ക് ഇതിനെല്ലാം റിവോക്ക് ചെയ്യാം. അത് റിവോക്ക് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ കൊടുത്ത എല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റും. റിവോക്ക് ഓൾ ഓൺ ഇ എം പി ഫ്രം MCA12. അപ്പൊ MCA12 എന്ന് പറയുന്ന യൂസറിന് കൊടുത്തിരിക്കുന്ന എല്ലാ റൈറ്റ്സും ഇ എം പി എന്ന് പറയുന്ന ടേബിളിലുള്ള എല്ലാ പെർമിഷൻസും ക്യാൻസൽ ആവും. നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇതുപോലെ ഡ്രോപ്പ് യൂസർ നെയിം യൂസ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞു. ഇനി സീക്വൻസ് ഉണ്ട്, ഇൻഡെക്സ്, സിനോണിമം, ഞാൻ ജോയിൻ പറഞ്ഞു, നെസ്റ്റഡ് ക്വറി പറഞ്ഞു. നെക്സ്റ്റ് സീക്വൻസ് ആണ്. സീക്വൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പം ഒരു സീക്വൻസ്, അതായത് നമ്മളിപ്പം റോൾ നമ്പേഴ്സ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു റാൻഡം നമ്പർ എല്ലാവർക്കും ജനറേറ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് ലെറ്റർ, സ്റ്റാർട്ടിംഗ് നമ്പർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആ സീക്വൻസ് എന്ന് പറയുന്ന അടുത്തയാൾക്ക് അടുത്ത നമ്പർ. ഇപ്പൊ 105 ആണ് സ്റ്റാർട്ടിംഗ് എങ്കിൽ അടുത്ത നമ്പർ 106 ആണ് അടുത്തയാൾക്ക് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ 1 ആയിരിക്കും സ്റ്റെപ്പ് വാല്യൂ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് create a sequence named SCQSS that starts at 105, has a step of 1 and can take maximum value as 2000. അപ്പൊ നമുക്ക് 2000 വരെ ഈ 105 തൊട്ട് 1 ഇൻക്രിമെന്റ് ചെയ്താണ് പോകുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇത് കണ്ടോ, ഇവിടെ അതിന്റെ യൂസേജ് കാണിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമുക്ക് ഒരു ടേബിൾ ഉണ്ട്, പേഴ്സൺ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. ഇനി നമ്മൾ പേഴ്സണിലേക്ക് ഈ കോഡിന്റെ വാല്യൂ ഇപ്പൊ 104 വരെ ഞാൻ ഓൾറെഡി കൊടുത്തു. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് വാൽ, അതായത് ഞാൻ ഇവിടെ 105 എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. SCQSS എന്ന് പറഞ്ഞ സീക്വൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്റ്റാർട്ട് ചെയ്യേണ്ട വാല്യൂ ആണ് 105. അപ്പോ insert into person values the next value and name, address, on execution of the statement above to do the following input. And the value for name Rakhi, and the value for address. Now give the following command to see the output. The select star from person, code name അല്ലെങ്കിൽ address. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും? മാക്സിമം വാല്യൂ 2000 കൊടുക്കത്തില്ലേ? അപ്പൊ 2000 കൊണ്ട് അത് തീരും. 2000 കൊണ്ട് അത് അവിടെ സ്റ്റോപ്പ് ആകും. അതിൽ കൂടുതൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ഇത് ക്ലിയർ ആണ് അത്രയും? അതുപോലെ തന്നെ നമുക്ക് ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഇൻഡെക്സ് കാണും അല്ലെ? അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ ഒരു ഇൻഡെക്സ് കാണും. അത് ഫ്രണ്ടിലത്തെ എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിക് എന്ന് വെച്ചാൽ പേജ് നമ്പർ വൈസ് ആയിരിക്കും. ഇപ്പം കണ്ടന്റ് ഇവിടെ കാണും. സമയം ബാക്കിലെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അത് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. അത് എവിടൊക്കെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻഡെക്സ് അത് തന്നെയാണ്. നമുക്ക് ഓരോ ഒബ്ജക്റ്റും ഈ ടേബിളിന്റെ ഈ ഡാറ്റ എല്ലാം എവിടാണ് ആക്ച്വലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്പീഡ്, അതായത് ഈ ഇൻഡെക്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇരുന്ന് ഓരോ പേജും ഇരുന്ന് തപ്പണം അല്ലെ, സമയമെടുക്കും ഒരുപാട്. അപ്പം നമുക്ക് it is very easy if I am creating an index on a particular field, so searching efficiency will be improved. So when a primary key or unique constraint is defined in a table definition, then a unique index is created automatically. Indexes are logically and physically independent of the table. It means they can be created or dropped at any time and have no effect on the base tables or other indexes. Index ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കണ്ടന്റ് ഒരിക്കലും പോവില്ല. ഓക്കെ, അപ്പം ക്രിയേറ്റ് ഇൻഡെക്സ്, ഇതാണ് ഇൻഡെക്സിന്റെ നെയിം ഉണ്ടോ, EMP ename IDX on EMP ename. എനിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇതിപ്പം ഇവര് എന്താ EName ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ, ഈ രണ്ട് ഫീൽഡിലാണ് ഇവര് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ഡിക്ഷണറിക്കകത്ത് പോയി നോക്കിയാൽ മതി. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനെ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്ത വേറൊരെണ്ണമാണ് സിനോണിം. സിനോണിം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് വേറൊരു നെയിം കൊടുക്കാം അല്ലെ, പര്യായം എന്നല്ലേ, പര്യായപദം എന്നല്ലേ സിനോണിമിന്റെ മലയാളം. അപ്പം ക്രിയേറ്റ് സിനോണിം D30 for EMP, this one. Now if we give command select star from D30, the output will be like this. Drop synonym, this one. Okay, clear ആണ് ഇത്രയും? നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയാലോ, നാളെ ട്രാൻസാക്ഷൻസും കൂടെ എടുത്ത് നിർത്താം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എപ്പോഴാ പഴം തുടങ്ങി? ഇപ്പം ഉറങ്ങിയുള്ളോ? എന്നാ ചാടി എണീക്കായിരിക്കും മിക്കവാറും. പിന്നെ ഉറങ്ങിയല്ലായിരിക്കും അല്ലേ? നാളെ വന്നാ മതിയോ? വന്നാലും കുഴപ്പമില്ല, നാളെ വന്നാലും കുഴപ്പമില്ല, എന്ന് വന്നാലും കുഴപ്പമില്ല. വന്നപ്പം വന്നെങ്കിൽ ക്ലാസ്സും കൂടി കൊച്ചിനെ കണ്ടിരിക്കാൻ പറ്റും. എത്തിയല്ല ഓടി എത്തിയല്ല. ഞാനിവിടെ വന്ന് പെട്ടുമായിരുന്നു, കറക്റ്റ് ഇട്ടായിരുന്നു. ഏ